അട്ടമലയിലേക്കാണ്. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അട്ടമല സ്വദേശി ബാലകൃഷ്ണന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് അവിടെ നിന്ന്. ഷഹദ്, ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. എപ്പോഴാണ് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക? സ്മിത, അല്പസമയത്തിനകം ഈ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും. നിലവിൽ ഇപ്പോൾ നമ്മൾ അവരുടെ കോളനിയിലേക്കാണ് പോകുന്നത്. അതിന് എടുത്തു പറയേണ്ടത്, കാരണം ഒരുപാട് റിസ്ക് അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് അല്ലെങ്കിൽ അത്രത്തോളം പ്രയാസം നിറഞ്ഞ രീതിയിലാണ് ഇവിടേക്കുള്ള വഴികൾ എന്നുള്ളതാണ്. അങ്ങനെ പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടാനോ അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് യഥേഷ്ടം വരാനോ പറ്റുന്ന ഒരു ഇടമല്ല. അപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസും ഉൾപ്പെടെയുള്ള സേനാംഗങ്ങൾ അത്രയധികം റിസ്ക് എടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ അത്രയധികം സ്ഥലത്തുകൂടെ വണ്ടി ഓടിച്ച് ഇപ്പോൾ അവിടെ നിന്നും കാൽനടയായി ഈ തേയിലത്തോട്ടത്തിന്റെ ഇടയിലൂടെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ മൃതദേഹം കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. കൃത്യമായി പറഞ്ഞാൽ മറ്റ് മാധ്യമങ്ങൾക്ക് പോലും ഇതുവരെ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം അത്രയേറെ ഉള്ളിലേക്കാണ് ഇവരുടെ ഈ കോളനി സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഇപ്പോൾ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ തലച്ചുമടായി അല്ലെങ്കിൽ ഇങ്ങനെ ഈ മൃതദേഹം ഇപ്പോൾ പോകുന്നത്. ഫോറസ്റ്റിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും ഉദ്യോഗസ്ഥരൊക്കെ തന്നെയുണ്ട്. അതുപോലെ തന്നെ കളക്ടർ അല്പസമയം എത്തും, തഹസിൽദാറുണ്ട്, ADM ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ അല്പസമയത്തിനകം കളക്ടർ എത്തിയോടുകൂടി മറ്റ് ചടങ്ങുകൾ, ഔദ്യോഗിക ചടങ്ങോടുകൂടി ഇതിന്റെ മറ്റ് സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ കോളനിയിലുള്ള ആളുകളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും, ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരും, പോലീസും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒക്കെ തന്നെ ഇവിടെയുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വരുന്ന ഇടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത്ര പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഇടമല്ല. ആ ഇടത്തേക്കാണ് ഈ ആംബുലൻസിലും അതുപോലെ തന്നെ ഈ ഫോറസ്റ്റിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും ഒക്കെ വാഹനത്തിൽ മൃതദേഹം കൊണ്ടുവരികയും, അതായത് ആംബുലൻസിൽ കൊണ്ടുവന്ന് പിന്നീട് അവിടെ നിന്ന് ഇപ്പോൾ നടന്ന് ഈ കോളനിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നത്. അത് ചെങ്കുത്തായിട്ടുള്ള ഒരു ഇടമാണ്, തേയിലത്തോട്ടമാണ്. അപ്പോൾ അതീവ റിസ്ക് തന്നെയാണ് ഇവിടുന്ന് ഈ മൃതദേഹം അവിടെ താഴേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ദൗത്യമാണ് ഇപ്പോൾ ഈ ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായിട്ട് വന്യജീവി ആക്രമണം തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ ഒരു ജീവൻ കൂടി പൊലിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ നാട്ടിലുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഇതിന് കൂടി അടിസ്ഥാനത്തിൽ നാളെ UDF ആഹ്വാനം ചെയ്ത ഹർത്താലും ജില്ലയിൽ നടക്കും. പോരാത്തതിന് ഇന്ന് ചില സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. പക്ഷേ അത് പൂർണ്ണമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നിലവിലെ സാഹചര്യത്തിൽ ഇവിടെയുള്ള സാധാരണക്കാരുടെ ജീവിതത്തെ കാര്യമായിട്ട് ഹർത്താൽ ബാധിച്ചിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് രാവിലെ വീണ്ടും ദാരുണമായിട്ടുള്ള ഈ ഒരു വാർത്ത പുറം ലോകത്തുന്നത്. പിന്നീടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടാവുകയും പിന്നീട് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ തുടർച്ചയായിട്ടുള്ള ഈ വന്യജീവി ആക്രമണം, അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ്. നമ്മളിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കോളനിയിലേക്ക് എത്തിച്ചേരണം, എങ്കിൽ മാത്രമേ മൃതദേഹവും സംസ്കരിക്കുന്നതടക്കമുള്ള മറ്റു അണയ്ക്കുന്നുണ്ട്. അല്പം ഒന്ന് കഴിഞ്ഞ് സംസാരിച്ചാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നല്ല കുത്തനെയുള്ള കയറ്റമൊക്കെ കയറി വേണം ഈ സ്ഥലത്തേക്ക് എത്താനുള്ളത് എന്നുള്ളത് നമുക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്ര ദുഷ്കരമായ ജീവിതമാണ്. നമുക്കൊരു പക്ഷേ ദുഷ്കരമായി തോന്നാം, പക്ഷേ അത് അവരുടെ സ്വന്തം പ്രദേശമാണ്, അവർക്കത് അങ്ങനെയാകില്ല. പക്ഷേ ഈ വന്യജീവി ആക്രമണം അത് ഭയന്ന് തന്നെയാണ് തീർച്ചയായും അവിടെയുള്ള ആളുകൾ കഴിയുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് സഭയിൽ തന്നെ എത്രയധികം ആളുകൾ മരിച്ചിട്ടുണ്ട്, കണക്കുകളൊക്കെ സർക്കാർ തന്നെ സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്യജീവികളുടെ എണ്ണം പെരുകി വരുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള ആളുകൾ, അതിപ്പോൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്കല്ല, ആ വനമേഖലയോട് ചേർന്ന് കിടക്കുന്നവർക്കും വരെ വലിയ രീതിയിലുള്ള ഭയത്തോടെ കഴിയേണ്ട ഒരവസ്ഥയുണ്ട്. ഇന്നിപ്പോൾ ഈ അടുപ്പിച്ച് വരുന്ന മരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 4ാമത്തെ മരണമാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ. വിവിധ ജില്ലകളിലുണ്ടായ ആക്രമണം ആണ്. എങ്കിൽ പോലും കാട്ടാനയുടെ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. ഷഹദ് റഹ്മാൻ, ആ ദൃശ്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ ഈ കഷ്ടിച്ച് ഒരാൾക്ക് നടന്നു പോകാൻ മാത്രമാണ് അവിടെ സ്ഥലമുള്ളത്. മൃതദേഹം പോലും ആ രീതിയിൽ മാത്രമേ കൊണ്ടുപോകാൻ കഴിയൂ. അവരുടെ ജീവിത രീതിയൊക്കെ എത്ര അങ്ങനെയാണെന്ന് പറഞ്ഞാലും അത്യാവശ്യത്തിനൊരു പ്രശ്നം വന്നാൽ, ഇപ്പോൾ ഒരു കാട്ടാനയുടെ ആക്രമണമോ മറ്റോ ഉണ്ടായാൽ ഉടനെ അടിയന്തരമായ ഒന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടാൽ മനസ്സിലാകുന്നുണ്ട്. എത്രയോ ദൂരം അവർ നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ തന്നെ. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട്. ഷഹദ്, ഇതിപ്പോൾ എത്ര ദൂരമുണ്ട് ഇനിയും ആ ഊരിലേക്ക് എത്താൻ? എന്താണ് ഏറ്റവും പുതിയതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ?
പ്രവിത, സ്മിത, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറേ അധികം നടന്നു വേണം. കാരണം ഓൾറെഡി നമ്മൾ എല്ലാവരും കുറേ അധികം, അതായത് ബത്തേരി താലൂക്ക് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് കുറേ അധികം ദൂരം സഞ്ചരിച്ചാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ മേഖലയിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇവരുടെ കോളനിയുടെ പേര് എന്ന് പറയുന്നത് അട്ടമല ഏറാട്ടുകുണ്ട് കോളനിയാണ്. ഈ കോളനിയിലേക്കാണ് ഇപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ട് പോകുന്നത്, ഈ മൃതദേഹം വഹിച്ചുകൊണ്ട് പോകുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് ഈ കോളനിയിലേക്ക് വരുന്ന പാത അത് എത്രത്തോളം ദുഷ്കരമാണ് എന്നുള്ളത്. അപ്പോൾ ഈ വഴിയൊക്കെ താണ്ടിയിട്ടാണ് ഇവർ ഈ നിത്യവും ജോലിക്കും അതുപോലെ തന്നെ മറ്റു ആവശ്യങ്ങൾക്കും ഒക്കെ തന്നെ പോകുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഏറെ വേദന ജനിപ്പിക്കുന്നതാണ്. മാത്രമല്ല അവർക്കുണ്ടായ നഷ്ടം അത് ആർക്കും തന്നെ തീർത്തു കൊടുക്കാൻ സാധിക്കുകയുമില്ല. പക്ഷേ നിലവിൽ ഇവിടുത്തെ ഒരു നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത്, അതായത് ഈ കാട്ടാന ശല്യം അല്ലെങ്കിൽ വന്യജീവി ശല്യത്തിന് അറുതി വരുത്തുക എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം ഇവിടെ ഈ ചൂരൽമല മുണ്ടക്കൈയൊക്കെ ദുരന്തം ഉണ്ടായ സമയത്ത് കുറേ അധികം ആളുകളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കുടുംബങ്ങൾ അപ്പോഴും ഇവിടെ തന്നെ തുടർന്നിട്ടുണ്ടായിരുന്നു. ആ വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറച്ച് പേരുള്ള കുടുംബത്തിൽ നിന്ന് ഉള്ള ഒരാളാണ് ഇപ്പോൾ ഈ മരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ആറാട്ടുമല ഏറാട്ടുകുണ്ട് കോളനിയിലെ ഇവരുടെ വസതിയിലാണ്. മൃതദേഹം ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്, അവരുടെ വസതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ എടുത്തു പറയണം, ഫോറസ്റ്റിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഉദ്യോഗസ്ഥരുടെ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലുണ്ടായ അവരുടെ ഒരു ഇടപെടൽ. കാരണം അത്രയും അധികം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും സഹിച്ചാണ് ഇത്തരത്തിൽ ഒരാൾ മാത്രം നടന്നു പോകുന്ന ചെറിയ വഴിയിലൂടെ ഈ മൃതദേഹം ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ മൃതദേഹം ഇവരുടെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ആ അട്ടമല ഏറാട്ടുകുണ്ട് കോളനിയാണ് നമ്മൾ നിൽക്കുന്നത്. അവിടേക്കാണ് ഇപ്പോൾ ഈ മൃതദേഹം എത്തിച്ചിട്ടുള്ളത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെയുണ്ട്, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ട്. കൂടാതെ ഷാഹിദ് റഹ്മാനാണ് ജില്ലാ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ വീട്ടിലേക്ക്, ബാലകൃഷ്ണന്റെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇപ്പം മൃതദേഹം. ഇനി അല്പസമയത്തിനകം തന്നെ സംസ്കാരം നടക്കും. അല്ലാതെ ഒരു ദുരിത കാഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയും കഷ്ടതയിലാണ് അവരുടെ ജീവിതമൊക്കെ തന്നെ. അങ്ങോട്ടേക്ക് ആ മൃതദേഹം എത്തിക്കാൻ തന്നെ കിലോമീറ്ററുകൾ കഷ്ടപ്പെട്ട് നടന്നാണ് അവിടേക്ക് എത്തിയത്. അല്പസമയത്തിനകം തന്നെ സംസ്കാരം നടക്കും. ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് വയനാട്ടിലെ ജനങ്ങൾ. അപ്പോൾ നാളെയും ഒക്കെ തന്നെ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്നത്.